Good morning, ma'am. Good morning. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, എവിടെ വരെ എടുത്തു നിർത്തിയത്? റേഡിയേഷൻ എക്സ്പോഷർ വരെയാണോ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? അത്രയും വരെ ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിൽ ഇൻഫെക്ഷൻസ് പറഞ്ഞിരുന്നു, കെമിക്കൽ എക്സ്പോഷർ പറഞ്ഞിരുന്നു, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, അത്രയും 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഓക്കെ ആണല്ലോ? അതിനി പറയേണ്ട കാര്യമില്ലല്ലോ, റിപ്പീറ്റ് ചെയ്യണോ? അത് ക്ലിയർ ആണല്ലോ അല്ലെ? റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 5th വൺ ആണ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എന്താണ്? ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ് ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. അല്ലെ, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലീക്കേജ് വഴി നമ്മുടെ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ മലിനമാക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? സോയില്, മണ്ണ്, വെള്ളം, വായു. ഈ 3 കാര്യങ്ങളും എൻവയോൺമെന്റിലെ ഈ മണ്ണ്, വെള്ളം, വായു മുതലായവയൊക്കെ പെട്ടെന്ന് മലിനമാക്കാനായിട്ട് ഇങ്ങനെയുള്ള പല ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ലീക്കേജ് വഴി സാധ്യമാകുന്നുണ്ട്. ആൻഡ് ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദി എൻവയോൺമെന്റ്. ഇപ്പൊ എന്തൊക്കെയാവാം? എന്തൊക്കെ കാര്യങ്ങളാവാം? എന്തൊക്കെ ലീക്കേജ് ആണ്? പെട്ടെന്ന് നമുക്കൊരു ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പെട്ടെന്ന് ലീക്കേജ് വന്ന് നമ്മുടെ സോയിലിനെ കണ്ടാമിനേറ്റഡ് ആക്കുന്ന, അല്ലെങ്കിൽ വാട്ടറിനെ കണ്ടാമിനേറ്റ് ആക്കുന്ന, അല്ലെങ്കിൽ എയറിനെ കണ്ടാമിനേറ്റ് ആക്കുന്ന രീതിയിലുള്ള ലീക്കേജുകളൊക്കെ എന്തൊക്കെയായിരിക്കാം? കെമിക്കൽസ് വരാം അല്ലെ. വരാമോ? എന്താണ് റിപ്പീറ്റ് ചെയ്യാതെ? കെമിക്കൽസ് വന്നൂടെ? വരാം അല്ലെ. പിന്നെ ഏതാണ്? ഓയിലുകള്, ഓയിൽ സ്പിൽസ് വരാം. അതെ, ഗ്യാസുകൾ വരാം അല്ലെ. പലതരത്തിലുള്ള കെമിക്കൽ ഗ്യാസുകൾ വരാം അല്ലെ. ഓയിൽ വരാം അല്ലെ. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം അല്ലെ. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ സോയിലിനെ ആണെങ്കിലും വാട്ടറിനെ ആണെങ്കിലും എയർ മുതലായുള്ള നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ മലിനമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. എന്താ? ഒരു ദീർഘകാല ഒരു പ്രതികൂല ഫലങ്ങള് ഇത് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. കാരണം നമ്മുടെ എൻവയോൺമെന്റിനെ ഇങ്ങനെയുള്ള ഒരു പൊല്യൂഷനിലൂടെ കണ്ടാമിനേറ്റ് ആയാൽ അത് പെട്ടെന്ന് അത് മാറിപ്പോവാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? പെട്ടെന്ന് മാറോ? ഒരു കണ്ടാമിനേഷൻ നമുക്ക് മാറ്റാൻ പറ്റുമോ പെട്ടെന്ന്? ഇല്ല അല്ലെ. ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട് ആണ്, ഒരു ദീർഘകാല പ്രതികൂല ഫലങ്ങള് ഉണ്ടാക്കുന്നു. എന്തിനാണ്? ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന്റെ ആരോഗ്യത്തിലും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു ദീർഘകാല പ്രതികൂല ഫലങ്ങളും ഇതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? 5th വൺ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ലാസ്റ്റ് വൺ ആണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. എന്താണ് ഒരു ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്? എന്തായിരിക്കും? നിയമപരമോ സാമ്പത്തികവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെ. ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് മേ കോസ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. അതായത് നമ്മൾ ശരിയായ രീതിയിൽ അപ്പൊ ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്ത് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഒരു വളരെ ശരിയായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എന്തിലേക്കാണ് റിസൾട്ട് ചെയ്യുന്നത്? മേക്കോസ് എന്തിനു കാരണമാകും? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലെ. ഒരു നിയമപരമോ സാമ്പത്തികപരമായ ഒരു ബാധ്യതയിലേക്ക് ആ ഹോസ്പിറ്റലിനെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെയും കാരണമാകുന്നുണ്ട്. ഉണ്ടോ? ശരിയായ രീതിയിൽ വേസ്റ്റ് ഒന്നും ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ ഹോസ്പിറ്റലിലെ കാര്യം മാത്രം എടുക്കണ്ട. നമ്മുടെ കേസ് എങ്ങനെയാണ്?
ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ എന്താണ് കേസ് വരും അല്ലെ? നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്താൽ പറ്റും അല്ലെ? പൊല്യൂഷൻസിന് കാരണമാകുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് എന്താണ് ഫൈനും കാര്യങ്ങളൊക്കെ ഈടാക്കാറില്ലേ? അപ്പൊ അവരിപ്പോ എന്താണ് പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? എന്താണ് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നവർക്ക് വരെയും എന്താണ് പരിദൂഷണങ്ങൾ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ടോ? കേട്ടിട്ടില്ല? നിങ്ങൾ ഏതില്ലേ അതൊന്നും കേട്ടു അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ അവിടെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓരോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സർവീസുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒത്തിരി ഇതുപോലെയുള്ള വേസ്റ്റുകൾ കൂടുതലാണ് അല്ലെ? അതപ്പോ പ്രോപ്പർ ആയ രീതിയിൽ ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്തില്ല എന്ന് അതെ വേസ്റ്റ് കത്തിച്ചാലും ഒക്കെ ഫൈൻ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഹോസ്പിറ്റലിലാണെങ്കിലും ഇതുപോലെ ശരിയായ രീതിയിലായിരിക്കണം അവിടെയുള്ള വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും. അങ്ങനെ ചെയ്യാതെ വന്നാൽ അതിലൂടെ അവർക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ നിയമപരമായിട്ടും പലതരത്തിലുള്ള ലയബിലിറ്റി ബാധ്യത ഇവർ ഏൽക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു ഫൈൻ വഴിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഹോസ്പിറ്റലിലാവാം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നേരിടേണ്ടതായിട്ട് വരും. ക്ലിയർ ആണല്ലോ? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ആ 6 ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റല് ലീക്കേജ് വേസ്റ്റ് വരാനായിട്ടുള്ള പ്രധാന സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെ ആയിരിക്കാം? The leakage waste can come from several sources in hospital. പല വിവിധ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്രോതസ്സുകളിൽ നിന്ന് ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുണ്ട്. Here are some examples of possible sources of leakage waste in hospital. ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ അതെ പറയുന്നത് ശരിയാണ് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നേ. അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാവുന്ന ഭാഗങ്ങളുള്ളൂ. അതായത് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലില് പ്രധാനമായിട്ട് സാധ്യതയുള്ള സോഴ്സസ് ലീക്കേജ് വേസ്റ്റസ് വരാൻ സാധ്യതയുള്ള സ്രോതസ്സുകൾ കുറച്ച് എക്സാമ്പിളുകളാണ് നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ട് എല്ലാ ഏരിയയിലും കൊടുത്തിട്ടില്ല, കുറച്ച് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് വണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പലതരത്തിലുള്ള സർജറി കാര്യങ്ങൾ ഓപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് അറിയാലോ അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് അറിയില്ലേ? ബ്ലഡ് ബാങ്ക് പഠിച്ചോ? ചാപ്റ്റർ പഠിച്ചു ഓക്കെ. അപ്പൊ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഡയാലിസിസ് പഠിച്ചോ? അതും പഠിച്ചു അല്ലെ? 2 ചാപ്റ്ററും പഠിച്ചു. ഓക്കെ, വെരി ഗുഡ്. Then there is a risk of leakage of blood and body fluids അല്ലെ? ഇപ്പൊ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത്, അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത്, ഡയാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ അതെ അത് തന്നെയാണ് കേട്ടോ. There is a risk of leakage of blood and body fluids അല്ലെ? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജ് വരാനുള്ള സാധ്യത കൂടുതലല്ലേ? ആണോ? കൂടുതലാണോ? ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്താണെങ്കിലും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും, ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് മുതലായവ ലീക്കേജ് ആവാനായിട്ടുള്ള റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അതൊരു സോഴ്സ് അല്ലേ? അല്ലെ? ലീക്കേജ് വേസ്റ്റ് വരാനുള്ള ഒരു സോഴ്സ് അല്ലേ ഇത്? ആണോ? ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒരു സോഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അതിനുള്ളിൽ വരുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഏതിലൂടെയാണ് ആ മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രൊസീജിയറിലൂടെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. രണ്ടാമത്തത് ലബോറട്ടറി ടെസ്റ്റിംഗ്. നമ്മൾ ലാബിലൊക്കെ പോയിട്ടില്ലേ? ടെസ്റ്റ് ചെയ്യാനൊക്കെ ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോയിട്ടുണ്ട് അല്ലെ? ഓൾമോസ്റ്റ് മിക്കവരും പോയി കാണും അല്ലെ? അപ്പൊ ഇവിടെ ലബോറട്ടറി ടെസ്റ്റിംഗിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ക്യാരി ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ടെസ്റ്റ് ഓൺ ബ്ലഡ്, യൂറിൻ ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? ഹോസ്പിറ്റല് പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലബോറട്ടറി ടെസ്റ്റുകൾ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ബ്ലഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്, യൂറിനുമായി ബന്ധപ്പെട്ട് അതെ കൾച്ചറുകൾ എടുക്കാറുണ്ട്, ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് മറ്റു ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ലബോറട്ടറി ടെസ്റ്റുകൾ ഹോസ്പിറ്റലിൽ
നടത്തപ്പെടാറുണ്ട്. Then these tests can consist of the use of chemicals. ഈ ടെസ്റ്റുകൾക്കൊക്കെ പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട്. Reagents and other dangerous materials. ലാബില് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പലതരത്തിലുള്ള കെമിക്കൽസ്, റിയേജൻസ്, അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റു മെറ്റീരിയൽസ് ഒക്കെ അതിനു വേണ്ടി ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരാറുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് പലതരത്തിലുള്ള ലീക്കേജുകൾ വന്നൂടെ? ഈ പറയുന്ന കെമിക്കൽസോ റിയേജൻസോ ഈ മറ്റു ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെയും ലീക്കേജുകൾ വരാലോ. അതെ, അതിന്റെയൊക്കെ റിയേജൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെമിക്കൽ ലാബുകളിലൊക്കെ പോയിട്ടുണ്ടോ? കെമിസ്ട്രി ലാബുകളിലൊക്കെ റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നവയൊക്കെ ഉണ്ടാവും. പോയിട്ടില്ല. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നവയാണ് കേട്ടോ, കെമിക്കൽസ് തന്നെയാണ് കേട്ടോ. അതൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. ഇപ്പൊ നോക്കി, ഇപ്പൊ അവിടെ നമുക്ക് ലാബുകളിൽ രണ്ട് രീതിയിലും വരാം അല്ലെ. ഇവിടെ അവിടെ മറ്റേ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ലീക്കേജ് വരാമോ? അല്ലെ, നമ്മൾ ഈ സാമ്പിളുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, കൊടുക്കാറില്ലേ? സാമ്പിളുകൾ കൊടുക്കാറില്ലേ? ബ്ലഡ്, യൂറിൻ, മറ്റു ബോഡി ഫ്ലൂയിഡ്സും സാമ്പിളുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ ആ ഒരു രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ. ഇവിടെ കെമിക്കൽസ് മാത്രമല്ല, നമുക്ക് അല്ലാത്ത രീതിയിലുള്ള മറ്റ് കൂടുതലും എങ്ങനെയാണ് മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡിന്റെയും ലീക്കേജ് വരുന്നതെങ്കിൽ കൂടി ലബോറട്ടറികളിലും ചിലപ്പോ വരാം അല്ലെ. ചിലപ്പോ ആരെങ്കിലും അശ്രദ്ധമായിട്ട് അതിന്റെ ബോട്ടിൽസ് താഴെ വീണു പോയാലോ, തട്ടി താഴെ വീണു പോയാൽ അവിടെ ലീക്കേജ് വരുന്നില്ലേ? വരില്ലേ? രണ്ട് രീതിയിലും അവിടെ വരാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് കെയർ. അത് രണ്ടും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് ഇൻ ദ കോഴ്സ് ഓഫ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ചേഞ്ചിങ് ബെഡ് ലിനൻസ്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ്, പുതിയൊരു പേഷ്യന്റ് വന്നാല് അല്ലെങ്കിൽ നമ്മൾ റൂമിലൊക്കെ അഡ്മിറ്റ് ആയി, വാർഡിലൊക്കെ അഡ്മിറ്റ് ആയി കിടക്കുകയാണെങ്കിൽ അവരുടെ ഡെയിലി അല്ലെങ്കിൽ ഒരാളും വന്ന് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ബെഡ് തുണിത്തരങ്ങളൊക്കെ മാറ്റി തരാറില്ലേ? ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ മാറ്റി തരാറില്ലേ? അതാണ് ലിനൻസ് പറഞ്ഞാല് തുണിത്തരങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളെയാണ് കേട്ടോ ലിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അത് അപ്പൊ അത് 4th മോഡ്യൂളിലായിരിക്കും കേട്ടോ. അപ്പൊ ഈ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അല്ലെ. ഇവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ ബെഡ് ലിനൻസ് അല്ലെങ്കിൽ ബെഡുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്ലീനിങ് ബെഡ് പാൻസ് അല്ലെ. ക്ലീനിങ് എന്നാണ് കേട്ടോ, ക്ലിയറിംഗ് ബെഡ് പാൻസ്. ബെഡ് പാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ബെഡ് പാൻസ് കണ്ടിട്ടുണ്ടോ? ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് എന്താണ്, അവർക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പലതരത്തിലുള്ള പാനലുകൾ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് മലമൂത്ര വിസർജനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. അപ്പൊ ബെഡ് പാൻസ് ആവാം. ഓർ ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ ക്ലീനിനെസ്. ഇപ്പൊ അവർ വൃത്തിയാകാൻ വേണ്ടിയിട്ട് ചിലപ്പോ ചില ആളുകൾക്ക് എന്തെങ്കിലും സഹായമൊക്കെ ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ അതിന് ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പൊ നമ്മളൊരു പേഴ്സൺ അല്ലേ അസിസ്റ്റ് ചെയ്യാൻ, ഇവർക്ക് എന്തെങ്കിലും വൃത്തിയാകാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും സഹായിക്കാറുണ്ട്. അപ്പൊ അവിടുത്തെ ജീവനക്കാരാകുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ജീവനക്കാരി ആകുമ്പോൾ നമ്മൾ അവരുടേതായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. പല കാര്യങ്ങൾക്കും സ്വയം ചെയ്യാൻ പറ്റാതെ വരുമ്പോ അല്ലെ, there is a risk of leakage of body fluids and other materials. ഇനി എന്താ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പൊ അവരുടെ തുണിത്തരങ്ങള് മാറ്റുന്ന സമയത്താവാം, അല്ലെങ്കിൽ ബെഡ് പാൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ പേഴ്സണൽസിനെ ക്ലീൻനെസ് ആക്കാൻ വേണ്ടി, ഇവർ വൃത്തിയാക്കാൻ വേണ്ടി ചിലപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ there is a risk of leakage of body fluids and other materials. ബോഡി ഫ്ലൂയിഡ്സോ മറ്റു മെറ്റീരിയൽസിൽ നിന്നൊക്കെ ഒരു ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്ന ബെഡ് ലിനൻസ് തുണിത്തരങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ബെഡ് പാൻസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ മറ്റു മെറ്റീരിയൽസിൽ നിന്നും അപകട സാധ്യത വരാൻ സാധ്യത ഏറ്റവും കൂടുതലാണ് പേഷ്യന്റ് കെയർ കൊടുക്കുന്ന ഏരിയാസിൽ നിന്ന്. ക്ലിയർ ആയോ? അത് കൂടുതലും ആർക്കായിരിക്കും കിട്ടുക? അവിടുത്തെ ജീവനക്കാർക്ക് തന്നെയാണ് അല്ലെ. അവരുമായിട്ട് കൂടുതൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന സ്റ്റാഫുകൾ ആരാണോ അവർക്കായിരിക്കും ആ ഒരു അപകട സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റ് കെയർ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. Okay, hospital create many medical waste which can consist of sharps,
contaminated dressings and other dangerous materials, improper handling and disposal of medical waste can cause leakage. ഇനി എന്താ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളിൽ നിന്ന്. അതായത് ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെഡിക്കൽ വേസ്റ്റുകൾ. ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകാറുണ്ട് അല്ലെ. can consist of ഷാർപ്പ്, നമ്മുടെ നീഡിൽസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ വേസ്റ്റ് ആയിട്ട്, ഉണ്ടാവുന്നില്ലേ? ഒത്തിരി വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ദെൻ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്, നമ്മുടെ ഓരോരുത്തരും ഡോക്ടേഴ്സ് പേഷ്യൻസ് വരുമ്പോൾ ഡ്രസ് ചെയ്ത് കൊടുക്കാറില്ലേ, കൊടുക്കാറുണ്ടോ? അപ്പൊ ഈ പ്രാവശ്യം വരുന്ന ആളുകളുടെ ഡ്രസ് ചെയ്ത് കൊടുത്ത് അത് ചിലപ്പോ അടുത്ത ദിവസമോ ചിലപ്പോ ഡെയിലി വരുന്നവരുണ്ടാവാം, ചിലപ്പോ ഉമ്മയുടെ വിട്ട് വരുന്നവരുണ്ടാവാം. അപ്പൊ അവരുടെയൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് മാറ്റിയിട്ടല്ലേ നമ്മൾ പുതിയത് ചെയ്തു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മലിനമായിട്ടുള്ള ചിലപ്പോൾ ഡ്രസ്സിങ്സുകൾ ഉണ്ടാവാം. അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മറ്റെന്തെങ്കിലും അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ ഈ പറയുന്ന മെഡിക്കൽ വേസ്റ്റുകളിൽ ഒരു ഹോസ്പിറ്റലിൽ ഉൾപ്പെടാവുന്നവയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ വേസ്റ്റുകൾ വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല, നല്ല രീതിയിൽ അത് നിർമ്മാർജ്ജനം ചെയ്തില്ല എങ്കിൽ അവിടെ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു സ്രോതസ്സാണല്ലോ. നമ്മുടെ നല്ല രീതിയിലുള്ള മെഡിക്കൽ വേസ്റ്റുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, നല്ല രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം പ്രോപ്പറായിട്ട് ഇത് ചെയ്തില്ല എങ്കിൽ അവിടെ ലീക്കേജ് ഉണ്ടാകാനും അതിലൂടെ ഒരു അപകട സാധ്യത വരാനും ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസും റിപ്പയറിംഗും. Hospitals are different kind of complex medical equipment and devices which need regular maintenance and repair. ഹോസ്പിറ്റലില് ഒത്തിരി പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ഡിവൈസുകളും ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതൊക്കെ എപ്പോഴും റെഗുലർ പതിവായിട്ട് ഈ പറയുന്ന ഏത് ഉപകരണവും ഡിവൈസുകളും നമ്മൾ പതിവായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം, റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നിലനിർത്തണം. And the use of dangerous material in these activities can cause leakage. അപ്പൊ ഇങ്ങനെയുള്ള ഇവിടെ ഇപ്പൊ പറയുന്ന ഒരു ഉപകരണങ്ങൾ യൂസ് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഡിവൈസുകളോ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒക്കെ അതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ, ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. The use of dangerous materials in these activities can cause leakage. അതുപോലെ ഇത് റിപ്പയറിംഗുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ശരിയായ രീതിയിൽ ഇവ ഉപയോഗിച്ചില്ല എങ്കിൽ ഇതിൽ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ എന്താ പറയുന്നത്, ഹോസ്പിറ്റലില് പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഡിവൈസുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിൽ നമ്മൾ പതിവായി അത് മെയിൻറ്റെയിൻ ചെയ്യണം, റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യണമെങ്കിലും പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ അവിടെ ലീക്കേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. Then ലാസ്റ്റ് വരുന്നത് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താ, in the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakage. ഇനി എന്താ, നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലീക്കേജ് വരാൻ പാടില്ലേ? ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മെഡിക്കൽ വേസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ചിലപ്പോൾ ലീക്കേജ് വരാലോ അല്ലേ. ഹോസ്പിറ്റലിനുള്ളിലാവാം അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കാവാം കൊണ്ടുപോകുന്ന സമയത്ത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ലബോറട്ടറി സാമ്പിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്താവാം, അല്ലെങ്കിൽ മറ്റു ഡേഞ്ചറസ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതാണ് 6 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ 6 എണ്ണം.
കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടാ. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് വേഗം പറയാം. സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉൾപ്പെടാം ഏതൊക്കെ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വരാം? സർജറീസ് വരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വരാം, ഡയാലിസിസ് മുതലായ മെഡിക്കൽ പ്രൊസീജിയേഴ്സിനിടയിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ലീക്കേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് ലബോറട്ടറി ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ബ്ലഡ്, യൂറിൻ, മറ്റു ബോഡി ഫ്ലൂയിഡ്സ് മുതലായവ ഉപയോഗിക്കാറുമുണ്ട്. അപ്പൊ അവിടെ വെച്ച് അതിനു വേണ്ടി ടെസ്റ്റുകൾക്ക് വേണ്ടി പലതരത്തിലുള്ള കെമിക്കൽസ്, റിയേജൻസ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെ ലീക്കേജ് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സും ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞേ? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ടത്, അതായത് അവരുടെ ബെഡ് ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്താവാം, അവരുടെ ബെഡ് പ്ലാൻസ് ക്ലിയർ ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ അവരുടെ ക്ലീനിനെസ് അതൊരു വൃത്തിയാകുന്നതിന് വേണ്ടി ആ പേഷ്യൻസിനെ നമ്മൾ സഹായിക്കുന്ന സമയത്താവാം. അങ്ങനെയുള്ള സമയത്തൊക്കെ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസോ ഒക്കെ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒത്തിരി മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അല്ലെ. പലതരത്തിലുള്ള ഷാർപ്പുകൾ, നീഡിൽസ് ആവാം, ദെൻ ബ്ലേഡുകളാവാം, സിറിഞ്ച് മുതലായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്, മറ്റു ഡേഞ്ചറസ് മെറ്റീരിയൽസ് മുതലായിട്ടുള്ള ഒത്തിരി മെഡിക്കൽ വേസ്റ്റുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല, ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അത് ഒരു ലീക്കേജിന് കാരണമാണ്. നെക്സ്റ്റ് പറഞ്ഞത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അവിടെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും ഡിവൈസുകളും ഒക്കെ കൃത്യമായിട്ട് പതിവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, റിപ്പയർ ചെയ്ത് നിലനിർത്തണം. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ മെയിൻ്റനൻസിനാവാം, റിപ്പയറിങ്ങിനാവാം, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിനും നമ്മൾ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമായി വന്നേക്കാം. അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അവിടെ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അവിടുന്ന് ലബോറട്ടറിയിലെ സാമ്പിളുകൾ ആയിക്കോട്ടെ, മെഡിക്കൽ വേസ്റ്റുകൾ ആയിക്കോട്ടെ, മറ്റു ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കോ, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ അകത്തേക്കോ ഒക്കെ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? ആറെണ്ണം ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിന്റെ ടൈപ്സ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത്? Leakage waste in hospital can be of different types and each type needs specific handling and disposal procedures. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകളാണ് അപ്പൊ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഓരോ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഓരോ ടൈപ്പ്, ഈ പറയുന്ന ഓരോ ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾക്കും സ്പെസിഫിക് ഹാൻഡ്ലിംഗ്, വളരെ പ്രത്യേകമായിട്ട് ഓരോന്നും കൈകാര്യം ചെയ്യുന്നതും പ്രത്യേകമായ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കണം ഡിസ്പോസലിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല കെമിക്കൽസിനെ ഡിസ്പോസ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ഉണ്ട്, അതുപോലെ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ നടത്തിക്കൊണ്ടായിരിക്കണം അവിടെ ഡിസ്പോസലും കൈകാര്യം ചെയ്യലും ഒക്കെ നടത്തേണ്ടത് എന്നാ പറയുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെ ടൈപ്പാണ് പ്രധാനമായിട്ടും സ്പില്ലേജ് വേസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ വരുന്നത്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് അറിയാവുന്നതാണ്, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും തോന്നില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് കണക്ട് ചെയ്ത് തന്നെ വന്നത്തെ കാര്യങ്ങളല്ലേ അല്ലെ? ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് തോന്നില്ലേ? എന്താണ് ഇത്രയും ചാപ്റ്റർ പഠിച്ചിലൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നില്ലേ? വലിയ കാര്യങ്ങളായിട്ട് ഒത്തിരി എന്താ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ പല ടൈപ്പായിട്ട് അല്ലെങ്കിൽ പല രീതിയിലായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ.
അതിനെ നോക്കി ഏതൊക്കെ ടൈപ്പാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒരു ടൈപ്പാണ് അല്ലെ, ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും. രണ്ടാമത്തത് കെമിക്കൽസിനെ ഒരു ടൈപ്പ് ആക്കി കൊടുത്തു. ഇങ്ങനെ എല്ലാ കെമിക്കൽസുമായി ബന്ധപ്പെട്ട ലിങ്കേജും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ ഷാർപ്സ്, നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നീഡിൽസ് ആവാം, സിറിഞ്ച്, അതുപോലെ നമ്മുടെ ബ്ലേഡ് മുതലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷാർപ്സിലാണ് വരുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചിരുന്നില്ലേ? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ കാര്യം പഠിച്ചോ? ഏതാണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചത്? റിസ്ക് ആൻഡ് ഹസാർഡ്സിൽ പഠിച്ചോ? റേഡിയേഷൻ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട് പഠിച്ചില്ലേ? അതെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, റേഡിയേഷൻ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ വേസ്റ്റ് ഉണ്ടാവാം, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. ഹോസ്പിറ്റലുകള് ഓർഗാനിക് മെറ്റീരിയൽസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? റിസർച്ച് നടത്താൻ, ഗവേഷണങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ രോഗനിർണയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഓർഗാനിക് മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാ? മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് ആ ഹോസ്പിറ്റലുകള് റിസർച്ച് ഗവേഷണങ്ങൾക്കാവാം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അവ ഒരു വേസ്റ്റേജിൽ വരുന്നതാണ്. വില്ലേജ് വേസ്റ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഓർഗാനിക് മെറ്റീരിയൽ എന്നൊരു ക്ലാസിഫിക്കേഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഓർഗാനിക് മെറ്റീരിയൽ വരുമ്പോ ഏതൊക്കെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെ പറയാം? ഓർഗാനിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിള് ഏതൊക്കെ പറയാന്ന് ചോദിച്ചാല് ബാക്ടീരിയ, വൈറസ് മുതലായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണെന്ന് പറയാം അല്ലെ. പ്രധാനമായിട്ട് ഇനി ഓർഗാനിക് മെറ്റീരിയൽസ് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തിനു വേണ്ട? റിസർച്ചിനും ഡയഗ്നോസ്റ്റിക് പർപ്പസുകൾക്കും വേണ്ടിയിട്ട് കേട്ടോ, രോഗനിർണയ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? Next, other dangerous materials. So hospital may utilize other dangerous materials such as mercury and lead used in medical equipment and supplies. കേട്ടിട്ടുണ്ടോ? മെർക്കുറി യൂസ് ചെയ്യുന്നത്, ലെഡ് ഒക്കെ യൂസ് ചെയ്യുന്നേ കേട്ടിട്ടുണ്ടോ? ഡേഞ്ചറസ്, ഇങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാറുണ്ട്. എന്തിലാണ് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സില് അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങളില്. എന്തിനു വേണ്ടിയിട്ടൊക്കെയാ? മെർക്കുറി കേട്ടതാണോ അല്ലെ? മെർക്കുറി എന്തിലാണ് പ്രധാനമായിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്നത്? ഏത് ഉപകരണത്തിലാണ്? BPR പാരറ്റസ് പറയാം, തെർമോമീറ്റർ പറയാം, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രധാനമായിട്ടും കേട്ടിരിക്കുന്ന രണ്ടെണ്ണം ശരിയാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ മിസ്. അപ്പൊ അങ്ങനെയുള്ള ഇതിലെ മെർക്കുറീസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ഇപ്പൊ തെർമോമീറ്ററോ കാര്യങ്ങളോ ഒക്കെ പൊട്ടിപ്പോയാല് ഇവിടെ മെർക്കുറിയുടെ ലീക്കേജ് വരില്ലേ? വരും അല്ലെ. അതൊരു ഡേഞ്ചറസ് മെറ്റീരിയൽ ആണ്. ലെഡ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? കേട്ടിട്ടുണ്ടോ ലെഡിന്റെ എന്തെങ്കിലും ഉപയോഗം? ലെഡ് ഏപ്രൻസ് കേട്ടിട്ടുണ്ടോ? ലെഡ് ഏപ്രൻസ് കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ബാറ്ററീസിൽ യൂസ് ചെയ്യാറുണ്ട്. ലെഡ് ഏപ്രൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നേ? എന്തിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ? ആലോചിച്ച് കിട്ടും. ലെഡ് ഏപ്രൻസ് എന്തിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്? റേഡിയേഷനിൽ നിന്ന്. വെരി ഗുഡ്. റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെഡ് ഏപ്രൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലെഡ് ഗ്ലൗസുകളും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്റേയും ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളിലും സപ്ലൈസിലും ഒക്കെ ഈ ലെഡ്, മെർക്കുറി മുതലായിട്ടുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ അതിന്റെ ലീക്കേജ് സംഭവിച്ചാൽ അതും ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകളാണ് ഹോസ്പിറ്റലിൽ ഉള്ളതെന്നാണ് പറഞ്ഞത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ഷാർപ്സ് ഉണ്ട്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. ഓർഗാനിക് മെറ്റീരിയൽ വരുമ്പോൾ അത് ഏതൊക്കെയാ വരുന്നത്? മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസുകളാണ് വരുന്നത്. ദെൻ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ വരുന്നത് ഏതാ? മെർക്കുറി, ലെഡ് മുതലായിട്ടുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും സപ്ലൈസുമാണ് വരുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. മിസ് രണ്ടും എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടാ. ഒത്തിരി എക്സാമ്പിളുകൾ നമുക്ക് കിട്ടും. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എക്സാമ്പിളുകൾ കിട്ടും. ജസ്റ്റ് നിങ്ങൾക്കൊന്നും അവിടെ എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എങ്ങനെ ഈ ഒരു ലീക്കേജ് വേസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം? Okay, leakage waste management is one of the important aspects of waste management in hospital, as it can have serious after effects if not managed properly. The leakage waste management എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കാരണം എന്താ? ഇറ്റ് ക്യാൻ ഹാവ് സീരിയസ് ആഫ്റ്റർ എഫക്ട്. ഇപ്പൊ നല്ല രീതിയിൽ ഈ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അത് മാനേജ് ചെയ്തില്ല എങ്കിൽ അതുവഴി പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ആര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഹോസ്പിറ്റലുകാര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന് എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ സാധിക്കുന്നത്? അപ്പൊ അതിൽ ഒന്നാമത്, ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ആ ഒരു ലീക്കേജ് വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. എന്താണ് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്? എന്താ നോക്കിയത്? ഹോസ്പിറ്റൽ ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ in case of responding to leakage which identify the type of spillage, evaluate the risk and carry out apt measures to contain and clean up the leakage. ഇവിടെ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് ഹോസ്പിറ്റല് എപ്പോഴും ഒരു പ്ലാൻ തയ്യാറാക്കണം. അതായത് ഒരു ലീക്കേജ് വന്നു, അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് അവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഒത്തിരി ടൈപ്പ് പഠിച്ചില്ലേ ഇപ്പോ? അപ്പൊ ഏത് തരത്തിൽ? ഇപ്പൊ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണോ, കെമിക്കൽസ് ആണോ അവിടെ വീണിരിക്കുന്നത് അല്ലെങ്കിൽ ലീക്കേജ് ആയിരിക്കുന്നത്? അത് എങ്ങനെയാണ്? ഇതിന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട്? ആൻഡ് ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ്. അതിനുശേഷം നമുക്ക് എന്തൊക്കെ മെഷർമെന്റുകൾ എടുത്തുകൊണ്ട് നമുക്കത് ആ ഒരു പ്രവർത്തനം നടപ്പിലാക്കാൻ പറ്റും? ആ ക്ലീൻ അപ്പ് ദ ലീക്കേജ്. എങ്ങനെ നമുക്ക് അവിടെ ക്ലീനപ്പ് ചെയ്ത് വൃത്തിയാക്കാൻ, ലീക്കേജ് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റാൻ പറ്റും? അതിനുവേണ്ടി ഹോസ്പിറ്റൽ എപ്പോഴും ഒരു പ്ലാൻ തയ്യാറാക്കണം. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്താന്നുള്ളത്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. എവിടെയാണോ ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് ആ ഒരു ലീക്കേജ് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കണം. അതെങ്ങനെയാണ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ലീക്കേജ് ആണ് എന്ന് കണ്ടെത്തണം അല്ലെ. ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല കെമിക്കൽസിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെ. അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഷാർപ്സിനെ ഹാൻഡിൽ ചെയ്യുക. വ്യത്യസ്തമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഓരോന്നിനെയും ഹാൻഡിൽ ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും വ്യത്യസ്തമായ പ്രൊസീജിയറുകളിലൂടെയാണ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാ? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റേജ് അല്ലെങ്കിൽ സ്പില്ലേജ് ആണ് അവിടെ വന്നിരിക്കുന്നത് മനസ്സിലാക്കാം വേണ്ടേ? അതിനനുസരിച്ച് അതിന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് ഇവാലുവേറ്റ് ദ റിസ്ക്. അവിടെ അപകട സാധ്യത വിലയിരുത്തണം. ആ ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ്. അതിനുശേഷമായിരിക്കണം അവിടെ ഉചിതമായ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വൃത്തിയാക്കി മാറ്റേണ്ടത്, അല്ലെങ്കിൽ ആ ലീക്കേജ് അവിടെ ക്ലീൻ ചെയ്ത് മാറ്റേണ്ടത്. അതിനുവേണ്ടി ആവശ്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ,
രണ്ടാമത്തത് പ്രൊവൈഡ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഇനിയിപ്പോ നമ്മൾ പ്ലാൻ ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക. രണ്ടാമത് എന്ത് സ്റ്റെപ്പാ ചെയ്യേണ്ടേ? ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഒരു ലീക്കേജ് സംഭവിച്ചാൽ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ദ ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ proper equipment for spillage response such as absorbent pads, gloves, gowns, mask. ഇതെന്താ? അവിടെ ഒരു ലീക്കേജ് സംഭവിച്ചു. ആ ലീക്കേജ് സംഭവിച്ചാൽ അതിനെ പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു ലീക്കേജ് മാറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശരിയായ എക്യുപ്മെന്റ്സുകൾ ആരാണ് വിതരണം ചെയ്തു കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആരാണ് അത് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്? ആരാ ഇഷ്യൂ ചെയ്ത് കൊടുക്കണ്ടേ? ആ ചെയ്യുന്ന ആളുകളാണോ? അല്ല, ആ ഹോസ്പിറ്റലുകാരാണ് കൊടുക്കേണ്ടത് അല്ലെ. ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ആവശ്യമായ പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ആ സ്പില്ലേജിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് പ്രതികരണം നടത്താൻ ആവശ്യമായ എക്യുപ്മെന്റുകൾ തയ്യാറാക്കി നൽകുക. സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്. ഇതിനു വേണ്ടിയായിരിക്കും അബ്സോർബന്റ് പാഡ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വെള്ളോ അല്ലെങ്കിൽ ഓയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? നിങ്ങളുടെ വീട്ടിലൊരു ഓയിലാണ് വീണിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? തുണിയിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെ. അതിനുശേഷമല്ലേ നമ്മൾ മറ്റു രീതിയിലുള്ള ക്ലീനിങ് നടത്തുള്ളൂ, വൈപ്പ് ചെയ്തെടുക്കാം അല്ലെ. അത് തന്നെയാണ് ഇവിടെ അബ്സോർബന്റ് പാഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വീഴുന്നതെങ്കിൽ അത് ഈ പാഡ് വെക്കുമ്പോൾ എന്താ? അബ്സോർബ് ചെയ്തെടുക്കും ആ ഒരു വെള്ളത്തിന്റെ അംശം. അല്ലെങ്കിൽ ഓയിൽ ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പാഡുകൾ കൊടുക്കുക. ഗ്ലൗസുകൾ അല്ലെ. അവിടെയുള്ള ജീവനക്കാരുടെയും കൂടി സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. അവർക്ക് ആവശ്യമായ ഗ്ലൗസുകൾ കൊടുക്കുക. അപ്പൊ അവരാണ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുന്നവര്. അവർക്ക് ആവശ്യമായ ഗ്ലൗസുകൾ കൊടുക്കുക, ഗൗണുകൾ കൊടുക്കുക, മാസ്കുകൾ കൊടുക്കുക മുതലായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും, അതിനുവേണ്ടി ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സുകളും ആ ഹോസ്പിറ്റലുകാർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തത് ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. നീ എന്താ ചെയ്യേണ്ടത്? All hospital staff should be given training on how to respond to leakage and how to use leakage response equipment. എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു ജീവനക്കാര്, അവിടെ ഹോസ്പിറ്റലിലെ ജീവനക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോ അവർക്ക് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാർക്കും ആവശ്യമായ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകണം അല്ലെ. എന്തിനു വേണ്ടിയുള്ള പരിശീലനമാണ്? on how to respond to leakage. ഒരു ലീക്കേജ് സംഭവിച്ചാൽ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം അല്ലെ, അതിനെതിരെ എന്തൊക്കെ മെഷേഴ്സ് അവിടെ എടുക്കണം. അതുപോലെ തന്നെ ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സ്. അപ്പൊ അങ്ങനെ ഒരു ലീക്കേജ് സംഭവിച്ചാൽ ഉടനെ പോയി നമ്മൾ അങ്ങ് ചെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? അത് കൈകാര്യം ചെയ്യല്ല ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള ശരിയായ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അത് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ സേഫ്റ്റിയും കൂടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ അവിടെ ആ ഒരു പെട്ടെന്ന് എങ്ങനെ ആ ഒരു ലീക്കേജിന് പ്രതികരിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ രീതിയിലുള്ള ഉപകരണങ്ങളാണ് അത് ഉപയോഗിക്കേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ പരിശീലനങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ് അവിടെയുള്ള എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും കൊടുക്കേണ്ടതാണ്. നാലാമത് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. That is, leakage containment refers to the process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. അതായത് that means spill containment actually stopping and preventing a spill from spreading. അപ്പൊ ഇവിടെ containment materials എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് the right type of containers or trays or അതായത് ഇപ്പൊ ലീക്കേജ് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ നമ്മള് വരുന്നതിനേയും നല്ലത് വരാതിരിക്കാൻ ശ്രമിക്കുന്നതല്ലേ അല്ലെ. ഒരു ലീക്കേജ് വരുന്നതിലും നല്ലത് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതൊരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയാ? അപ്പൊ നല്ല സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സോ ട്രേസോ മുതലായവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള ഇപ്പൊ ഇതൊക്കെ എന്താണ് ലീക്കേജ് ആവുന്നതിനൊക്കെ തടയുന്നതിന് വേണ്ടി അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള അങ്ങനെ ലീക്കേജ് വരാൻ സാധ്യതയില്ലാത്ത കണ്ടെയ്നർ ട്രേസ് കാര്യങ്ങളോ ഒക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. അതായത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിൽ ലീക്കേജുകൾ വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. അതായത് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഇൻ വിച്ച് സ്പില്ലേജ് ഓർ ലീക്കേജ് ഓഫ് എ ലിക്വിഡ് ഓർ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽ ഈസ് കെപ്റ്റ് വിത്തിൻ എ ബ്ലോക്കേഡ്. അതായത്
ഈ പറയുന്ന ഒരു ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും തരത്തിൽ ലിക്വിഡുകളാവാം, അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽ ആവാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കെപ്റ്റ് വിത്തിൻ എ ബ്ലോക്കേഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഉപരോധത്തിനുള്ളിൽ. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇത് ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ട്രേ എടുത്തിട്ട് അത് ലീക്ക് ആവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ? നമ്മുടെ വീടുകളിൽ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? അങ്ങനെ ലീക്കേജ് സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി സുരക്ഷിതമായ പാത്രങ്ങളിൽ ഇട്ട് വെക്കാറില്ലേ? ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ലേ? ഉണ്ട്. ചെയ്യാറില്ലേ? അങ്ങനെയുണ്ടോ? എന്താണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലൊന്നും കയറാത്ത ആളുകളാണോ? ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്തുള്ളല്ലോ. നിങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നേ? നമ്മുടെ ലീക്കേജ് വരാത്ത രീതിയിൽ അല്ലെ? ചിലപ്പോ നമുക്കറിയാം ഇപ്പൊ ഓയിൽ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് മെറ്റീരിയൽസ് ലീക്കേജ് വരാൻ സാധ്യതയുള്ളവയാണെങ്കിൽ അത് ബ്ലോക്കേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതൊരു ഉപരോധത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സോ ട്രേസോ സ്യൂട്ടബിൾ ആയിട്ടുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ആ ലീക്കേജിനെ തടയുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ആൻഡ് പ്രിവെന്റിങ് എ സ്പിൽ ഫ്രം സ്പ്രെഡിങ്. അവിടെ ആ ഒരു സ്പില്ലേജ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു വെളിച്ചെണ്ണ കുപ്പിക്ക് ഒരു ഓട്ട വന്നു, അല്ലെങ്കിൽ ഒരു ഹോൾ വന്നു, ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ മറ്റൊന്നിലേക്ക് പകർത്തി വെക്കും, അല്ലെങ്കിൽ ഈ കുപ്പി എന്ത് ചെയ്യും? വേറെ ഒന്നിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാറില്ലേ? ചെയ്യാറുണ്ടോ? കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ആണ് പറയുന്നേ. വെക്കാറില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു ലീക്കേജ് വന്നാല് നമുക്ക് എന്ത് ചെയ്യണം? അത് പിന്നീട് അവിടുത്തെ ആ ഒരു സ്പില്ല് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണോ അതിന് വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ട്രേയോ കാര്യങ്ങളോ എടുത്തിട്ട് അതിലേക്ക് ഇതിനെ മാറ്റി പ്ലേസ് ചെയ്യുക. ഒരു ഉപരോധം പുറമേ അതിന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതെ അതിനനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചത് തടയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇനി ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? ക്ലിയർ ആവാത്തത് കൊണ്ടാണോ? ഓക്കെ, ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്, നിങ്ങൾ നോക്കാം. നമുക്ക് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. ഇനി എന്താണ്? ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റുകൾ വളരെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ദ ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസി. നമുക്ക് തോന്നുന്ന രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഹോസ്പിറ്റലിലെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹോസ്പിറ്റൽ പോളിസികളെ നയങ്ങളുമായി ബന്ധപ്പെട്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായ ശരിയായ രീതിയിൽ ഈ ലീക്കേജ് വേസ്റ്റുകൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത രീതിയിൽ ചെയ്താൽ എന്താ പറ്റുക? അല്ലാത്ത രീതിയിൽ എന്താ പറ്റുക? എന്താണ് പറ്റുക? അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ? ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ അവർക്കെതിരെ വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ 5 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 5 സ്റ്റെപ്പ്? വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ്, നമുക്ക് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറയാം.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കഴിഞ്ഞോ എല്ലാവരുടെയും? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാമേ. അപ്പൊ സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു പറയാട്ടോ, മിസ് പറയാട്ടാ. നോക്കി സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അല്ലെ, ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ലീക്കേജ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ഒരു ലീക്കേജ് സംഭവിച്ചാൽ ഉടനെ അതിനെങ്ങനെ പ്രതികരിക്കണം, അതിനാവശ്യമായ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കുക. അല്ലെ, ഏത് തരത്തിലുള്ള ലീക്കേജ് ആണെന്ന് കണ്ടെത്തണം. ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് അവിടെ വന്നിരിക്കുന്നത്, ഏത് ടൈപ്പ്, ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രൊസീജിയർ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിനനുസരിച്ച് ആദ്യം നമ്മൾ ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അപകട സാധ്യത എത്രത്തോളമാണെന്ന് വിലയിരുത്തണം. ആൻഡ് ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉചിതമായിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ്, ഏറ്റവും ഉചിതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളായിരിക്കണം അവിടെ നടപ്പിലാക്കേണ്ടത്. ഇവിടെ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏത് ടൈപ്പാണെന്ന് അറിയണം, അല്ലെ, ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് അറിയണം. അതിനുശേഷം അവരുടെ അപകട സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്, അതിനുശേഷം ആ ഒരു ലീക്കേജ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ടുവരികയും വേണം. അല്ലെ, രണ്ടാമത്തത് പറഞ്ഞത് പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഇനി അവിടെ ലീക്കേജ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ശരിയായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഹോസ്പിറ്റലുകാര് നൽകേണ്ടതായിട്ടുണ്ട്, ഈ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രധാനമായിട്ടും അബ്സോർബന്റ് പാഡുകള്, ഗ്ലൗസുകള്, ഗൗണുകള്, മാസ്കുകള് മുതലായവയെല്ലാം ആ ഹോസ്പിറ്റലുകാരാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്നാമത് പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഈ ലീക്കേജ് എന്താണ് ചോദിച്ചത്? ഹോസ്പിറ്റൽ ഫോർത്ത് പോയിന്റ് ആണ്. അപ്പൊ തേർഡ് വൺ എന്താ പറഞ്ഞേ? നമ്മുടെ ലീക്കേജ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക? ഹൗ ടു റെസ്പോണ്ട് ടു ലീക്കേജ് ആൻഡ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. എങ്ങനെ ആ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാം, എങ്ങനെ ഒരു ലീക്കേജ് വന്നാൽ ഉടനെ ഇതിനെ പ്രതികരിക്കാം എന്ന് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ഈ പറയുന്ന ജീവനക്കാർക്ക് കൊടുക്കുക. നാലാമത് പറഞ്ഞ എന്താ? ഒരു പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതായത് ഇപ്പോ നമുക്ക് നല്ല രീതിയിൽ ഒരു കട്ടിയുള്ള ട്രേസ് ആവാം. അപ്പൊ അല്ലെങ്കിൽ എന്താ ഇപ്പൊ കെമിക്കൽസോ കാര്യങ്ങളോ ഒക്കെ ആകുമ്പോൾ ഇപ്പൊ കൊറോസീവ് ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കുക. ചില കെമിക്കൽസ് ഒക്കെ ലീക്കേജ് വന്നാൽ അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ചിലപ്പോൾ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ടാവും, അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഓരോന്നിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ആവും. ചില കെമിക്കൽസ് അങ്ങനെയല്ലേ, കോണ്ടാക്റ്റിൽ വന്നാൽ അത് കൊറോസീവ് ആണ്, അല്ലെ, നശിപ്പിച്ച് കളയാൻ. ഇപ്പൊ പ്ലാസ്റ്റിക്കുമായി കോണ്ടാക്റ്റിൽ വന്നാല്, അല്ലെങ്കിൽ നമ്മുടെ തുണികളുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വന്നാല് ചിലത് നമ്മുടെ തുണിയൊക്കെ ദ്രവിച്ചു പോകാറില്ലേ? ഈ ആസിഡ് സ്വഭാവമുള്ളവയൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താണ് അത് റിപ്ലൈ ചെയ്യാത്തത്? കേട്ടിട്ടില്ലേ അങ്ങനത്തെ സാധനങ്ങളൊന്നും? മെർക്കുറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എങ്ങനെയാണ് അറിയോ? മെർക്കുറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അറിയോ? ദ്രവിച്ചു പോവും, അറിയോ? അത് മെർക്കുറിയുമായിട്ട് നമ്മുടെ ഇപ്പൊ ഗോൾഡ് അങ്ങനെ എന്തോ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നാലോ അത് ദ്രവിച്ചു പോകും. അപ്പൊ അതുപോലെയുള്ള കോണ്ടാക്റ്റിൽ വരാതിരിക്കുന്നതിന് വേണ്ടി അതിനനുസരിച്ച് ഇപ്പൊ ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണോ നമുക്ക് അവിടെ ലീക്കേജ് വന്നിരിക്കുന്നത്
അതിനനുസരിച്ച് അതെ വൈറ്റ് ആകുമ്പോൾ ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സ്പിയേജ് ആണോ അതിനനുസരിച്ചുള്ള അതിനനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ ട്രേസോ മുതലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യുക എന്നതുള്ളൂ കേട്ടോ. അതായത് പിന്നീട് അങ്ങോട്ട് ലീക്ക് ആവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. അത് എന്തുമായിക്കോട്ടെ, അത് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അതിനു വേണ്ടി ബ്ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ അവിടെ ലീക്കേജ് തടയുക എന്നത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ന പ്രോപ്പർ ആയിട്ട് ഇന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ഇതുമായിട്ട് യോജിച്ചതാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. then fifth one ആകുമ്പോ ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. ശരിയായ രീതിയിൽ ഹോസ്പിറ്റൽ പോളിസികൾ പാലിക്കുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ലോക്കൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ശരിയായ രീതിയിൽ ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ്. ഈ 5 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ലീക്കേജ് വേസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും വരെയും ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. കാരണം അതൊരു പോയിന്റ് ഒറ്റ ഇതിൽ വരേണ്ടതാണ്. അപ്പൊ നമുക്ക് ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവേണ്ടതല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.